പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി, പറയുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണത്. അതുകൊണ്ട് അവ സന്തോഷിച്ചു കൊള്ളട്ടെ. അതാണ് അവ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്. മുകളിലത്തെ ആയത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും വന്നു കഴിഞ്ഞു. അത് ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഖുർആൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ്. അള്ളാഹു മനുഷ്യർ ഭയങ്കര കാരുണ്യമുള്ളവനാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അള്ളാഹു പകലിൽ ചെയ്തവൻ്റെ പാപങ്ങൾ സ്വീകരിക്കാനായി രാത്രിയിലും കൈനീട്ടിയിരിക്കുന്നവനാണ് അള്ളാഹു. തൻ്റെ അടിമകൾ എന്ത് പാപം ചെയ്തു പോയിട്ടുള്ളത് കൊടുക്കാനായി അള്ളാഹു കൈനീട്ടിയിരിക്കുന്നവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യർ ഭയങ്കര കാരുണ്യമാണ്. മനുഷ്യന് ഒരിക്കലും തെറ്റിലേക്ക് പോകരുത്. നരകത്തിൻ്റെ തീ ഭയങ്കര കാരുണ്യമുള്ളതാണ്. അതുകൊണ്ട് അതിനാൽ ഒരു മനുഷ്യന് നരകത്തിലേക്ക് പോകരുത് എന്നുള്ള ചിന്താഗതി ഉള്ളവനാണ് നമ്മുടെ അള്ളാഹു. അത്രയും കാരുണ്യവാനാണ്. കരുണ്യത്തിൻ്റെ ഉദാഹരണമായിട്ട് പ്രവാചകൻ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. തള്ളക്കോഴി കുഞ്ഞുങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ പഴുതിൽ സംരക്ഷിക്കുന്നു. അതിനേക്കാളും കാരുണ്യമുള്ളവനാണ് ദൈവം. ഒരിക്കലും സൃഷ്ടിയാണ് ഈ കോഴിയും തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും. അപ്പം അങ്ങനെ ആ സ്നേഹവും കാരുണ്യവും കൊടുത്ത അള്ളാഹു എന്തുമാത്രം കാരുണ്യമുള്ളവനായിരിക്കും. റഹ്മ്, സ്ത്രീകളുടെ ഗർഭപാത്രത്തെയാണ് റഹ്മ് എന്ന് പറയുന്നത്. അത്രയും കാരുണ്യത്തിൻ്റെ നിറകുടമാണ് ഗർഭപാത്രം. കുഞ്ഞിന് വേണ്ട എല്ലാ സംരക്ഷണവും അത് ഒരുക്കി വിട്ടിട്ടുണ്ട്. ഇരുട്ടിന് ഇരുട്ട്, മാർദ്ദവത്തിന് മാർദ്ദവം, മൃദുത്വത്തിന് മൃദുത്വം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഗർഭപാത്രത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. കുഞ്ഞിന് എളുപ്പത്തിൽ വരാൻ വേണ്ടി ഒരു ബ്ലാഡർ എന്ന സംവിധാനവും അതിലൊരു കൊഴുപ്പുള്ള നിറവും കൊഴുപ്പ് നിറഞ്ഞ ജലവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കൊഴുപ്പുള്ള ജലം ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പുറത്തേക്കുള്ള പ്രയാസം വളരെ സങ്കീർണമാവുകയും കുഞ്ഞിന് പല അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം അനുഗ്രഹത്തിൻ്റെ നിറകുടമാണ് ഈ ഗർഭപാത്രം. അപ്പോൾ ആ ഗർഭപാത്രത്തെ സൃഷ്ടിച്ച അള്ളാഹു എന്തുമാത്രം കാരുണ്യമുള്ളവനായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യം കൊണ്ടുമാണ് അള്ളാഹു നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ആരും വഴിവെച്ച് പോകരുത്. അതിനു വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. എന്നുകഴിഞ്ഞ് ചില ആൾക്കാർ പറയും ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ഖുർആനില്ലല്ലോ, ഈ വാഹനം നിർമ്മിക്കുന്നത് ഖുർആനില്ലല്ലോ എന്ന് പറയും. പക്ഷെ അതൊക്കെ മനുഷ്യന് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചുകൊള്ളും. മാർഗദർശനത്തിൻ്റെ കാര്യത്തിനാണ് മനുഷ്യന് വഴിവെച്ച് പോവുക. ഇപ്പോൾ നിരീശ്വരവാദികൾ പറയുന്നുണ്ടല്ലോ അമ്മയും പെങ്ങളെയും ഭോഗിക്കാൻ. അവറ്റക്ക് അത്ര വിവരമുള്ളൂ. വഴിവെച്ച് പോകാൻ സാധ്യതയുണ്ട് മനുഷ്യ അക്കാര്യത്തിലൊക്കെ. ലൈംഗികമായ വിഷയത്തിലും ധാർമ്മികമായ വിഷയത്തിലും മനുഷ്യർ പല അഭിപ്രായങ്ങളും വരും. വഴിവെച്ച് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് ധാർമ്മികമായ വിഷയങ്ങളിൽ ഒക്കെ അള്ളാഹു വളരെ കണിശമായി ഖുർആനിലൂടെ ഉത്ബോധനം നടത്തിയിട്ടുണ്ട്. മറ്റു പല ശാസ്ത്രകാര്യങ്ങളും ഒന്നും അള്ളാഹു അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. നമുക്ക് ആവശ്യങ്ങളുമുണ്ട്. ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കും. അല്ലേ? ഒരാൾ കത്തി കൊണ്ട് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ പൂളി എടുക്കുക, ഇങ്ങനെ അരയ്ക്കാനുള്ള തേങ്ങ കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ രാഗി എടുക്കുക. അപ്പം അയാൾക്ക് സ്വാഭാവികമായും തോന്നും ഇത് കത്തി കൊണ്ട് രാഗി വെക്കുന്നതിനേക്കാൾ ഒരു പലകയിൽ ഒരു ഇതിലുള്ള പിടിപ്പിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് രാഗി എടുക്കാൻ പോലെ ചിന്ത വരിക. അങ്ങനെ ചിലവ കണ്ടുപിടുത്തം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് സകല കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. കാറാവട്ടെ, വിമാനമാകട്ടെ, ഒക്കെ മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ്. മനുഷ്യർക്കൊരു ആവശ്യം വരുമ്പം അതെന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനുഷ്യൻ ചിന്തിക്കുകയും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും അങ്ങനെ അവനത് കണ്ടെത്തുകയും ചെയ്യും. പണ്ടത്തെ കാറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ടത്തെ കാറുകളുടെ ഫോട്ടോ കാണും. ഒരു പേക്കോലം, വലിയ ടയറ്, ബൈക്കിൻ്റെ ടയറ് പോലത്തെ ടയറുകൾ. പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കണമെങ്കിൽ ഇറങ്ങി അതിൻ്റെ ഒരു ലിവർ പിടിച്ച് തിരിക്കണം തുടങ്ങിയ പല പ്രശ്നങ്ങളും. അന്ന് ഒരു വാഹനങ്ങൾക്ക് ഗിയർ ഉണ്ടോ എന്ന് പോലും അറിയില്ല.
അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ അപ്പം പുറത്തിറങ്ങി തിരിക്കുന്നത് ഒരു പ്രയാസകരമായി തോന്നുന്നത് ഇപ്പോൾ അതിനെന്ത് പരിഹാരം ഉണ്ടാക്കും എന്ന് ചിന്തിച്ചു. അപ്പോൾ ഉള്ളിൽ തന്നെ ലീവിട്ട് തിരിക്കാൻ സംവിധാനം ഉണ്ടാക്കി. പിന്നെ തോന്നും ഒരു സ്വിച്ച് കൊണ്ട് എനിക്ക് സ്റ്റാർട്ടാവുന്നത് ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു തോന്നുന്നു. അങ്ങനെ അത് കണ്ടുപിടിച്ചു. പിന്നെ തോന്നും വണ്ടി നിർത്തിയിട്ട് പോകുമ്പോൾ ബ്രേക്ക് സംവിധാനം ഉണ്ടാവുക എത്ര നന്നായിരുന്നു ചിന്തിക്കുക. അങ്ങനെയാണ് പാർക്കിങ്ങും ബ്രേക്ക് കണ്ടുപിടിച്ചു. പിന്നെ തോന്നും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഗിയർ മാറ്റണ്ടല്ലോ, ഓട്ടോമാറ്റിക് ഗിയർ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ചിന്തിച്ചു. അങ്ങനെ ഓട്ടോമാറ്റിക് ഗിയർ, അങ്ങനെ ഓരോന്ന് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെ കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനുഷ്യന് നല്ല ബുദ്ധി നൽകിയിട്ടുണ്ട്. പക്ഷേ ധാർമ്മികമായ വിഷയങ്ങളിൽ പറഞ്ഞു കൊടുക്കുക തന്നെ വേണ്ടി. അല്ലാത്ത പക്ഷം നിരീശ്വരവാദികളെ പോലെ, നിരീശ്വരവാദി ഒരു മനഃപ്രസാദ് എന്ന വ്യക്തി ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിച്ചാണല്ലോ അമ്മയും പെങ്ങളെയും ഭോഗിക്കാം, താല്പര്യമുണ്ടെങ്കിൽ അമ്മയും പെങ്ങളെയും ഭോഗിക്കാമെന്ന് ഒരു നിരീശ്വരവാദി പ്രസ്താവിച്ചിട്ട് അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ധാർമ്മികമായ വിഷയത്തിൽ മനുഷ്യൻ തെറ്റുപറ്റും. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ധാർമ്മികമായ എല്ലാ വിഷയങ്ങളും അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു കൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രവാചകനും ഒരുപാട് ധാർമ്മിക കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹദീസുകളിലൂടെ അതൊക്കെ നമ്മൾ വായിക്കാം. ധർമ്മബോധമുള്ളവനായി മാറാം, ധർമ്മിഷ്ഠനായി മാറുകയും ഏറ്റവും നല്ല സംസ്കാര സമ്പന്നനായി മാറുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.